ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ നെഞ്ചിനിട്ടായിരുന്നു വെടിവെക്കേണ്ടിയിരുന്നത്. എങ്കിൽ അവളിപ്പോ ചത്തുമലച്ച് നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് വെള്ള പൊതിച്ച് കിടന്നേനെ. നീയൊക്കെ അവളുടെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ വന്നാണോടി? അതേടി. ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത്. ഈ വെളിച്ചം ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല. അർച്ചനയുടെ കയ്യിൽ ഒരു പോറൽ മാത്രമേ ഏറ്റിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അവർ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും കൊടുത്തിട്ടില്ല. ഇതില് കേസിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം നേർക്ക് നേരെ തീർക്കണം. ഞങ്ങൾ ഇറങ്ങിയ സൂക്ഷിക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണം. മനസ്സിലായോ? അമ്മാവൻ ധൈര്യമായിട്ട് പൊക്കോ, ഒന്നും സംഭവിക്കില്ല. ഇനി അവന്തികയുടെ താണ്ഡവം തുടങ്ങും. സംഹാര താണ്ഡവം. എന്നാ നിങ്ങൾ ചെല്ല്. ശരിയെന്നാ. രാത്രി സന്തോഷത്തിന്റെ രാത്രിയാ. അവന്തികയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി സമാധാനം കിട്ടിയ രാത്രി. ഈ അമ്മാവൻ പോയില്ലേ? വാ ഇങ്ങോട്ട്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇനി ഞങ്ങൾ ഇങ്ങനെ വരുത്തല്ലേന്ന്. എന്റെ അച്ചുചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞ അത് ഞങ്ങൾ സഹിക്കില്ല. അവളുടെ നെഞ്ചിനിട്ടായിരുന്നു വെടിവെക്കേണ്ടിയിരുന്നത്. എങ്കിൽ അവളിപ്പോ ചത്തുമലച്ച് നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് വെള്ള പൊതിച്ച് കിടന്നേനെ. നീയൊക്കെ അവളുടെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ വന്നാണോടി? അതേടി. എടി, നിന്നെ നീയൊക്കെ എന്താടി കരുതിയത്? എന്നെ അങ്ങ് നിസ്സാരം എടുത്ത് തീർക്കാന്നോ? എടി, എന്നെ തോൽപ്പിക്കാൻ നീയൊക്കെ 100 ജന്മം ജനിക്കണം. മനസ്സിലായോടി?
അതെ. എടീ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ തീർക്കോടി. ഒറ്റ ഒന്നിനെ വെച്ചേക്കില്ല. അച്ഛാ, ചായ. വന്ന ഉടൻ തന്നെ വീട്ടുകാരുടെ ജോലി നീ ഏറ്റെടുത്തോ? ഇന്നു മുതൽ ഈ വീടിന്റെ താക്കോലേ ഞാൻ ഇങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാ. സന്ധ്യമോള് വന്നതോടെ എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമായി. ഇനി ഈ വീട്ടിൽ എല്ലാത്തിനും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. അവന്തിക്ക് മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലും തോക്കാൻ പാടില്ല. ഞാൻ തോറ്റു പിന്മാറിയെന്നായിരിക്കും ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത്. പക്ഷേ നെല്ലിശ്ശേരി വീടിനെ കടപുഴക്കി എറിയാനുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അവരിനി മനസ്സിലാക്കിയിട്ടില്ല. എന്തായി? എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഞാനിത് എത്തിക്കഴിഞ്ഞു. ശരി, വേഗം വരണം. ഞാനിവിടെ കാത്തിരിക്കുക. ശരി.